ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? ദാമ്പത്യത്തിലെ സാമ്പത്തികം. എന്നുവെച്ചാലേ, ഞാനിങ്ങനെ നോക്കുമ്പോഴേ ഈ ദാമ്പത്യ ബന്ധങ്ങളിൽ എപ്പോഴും ഒന്നുകിൽ ഭർത്താവ് കൈയാളുന്ന സാമ്പത്തിക വ്യവസ്ഥ, അല്ലെങ്കിൽ ഭാര്യ കൈയാളുന്ന സാമ്പത്തിക വ്യവസ്ഥ, അങ്ങനെ ഒരു വേർതിരിവും കണ്ടു ഈയിടെ. സത്യത്തിൽ ഇവർ രണ്ടുപേരും കൂടി സമരസപ്പെട്ട് കൊണ്ട് നടക്കേണ്ട ഒന്നാണ്. സാമ്പത്തിക അവലോകനം നടത്തി പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി വരവ് ചെലവുകൾ വെക്കേണ്ടതൊക്കെ ഒരുമിച്ചാണ്. പക്ഷെ ചിലയിടത്തൊക്കെ മുളകും പാത്രത്തിൻ്റെ ഉള്ളിലും അരിപ്പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ സമ്പാദ്യങ്ങൾ സൂക്ഷിച്ച് സ്വന്തം ഇഷ്ടത്തിന് ചിലവാക്കുന്നവർ, ചിലരാണെങ്കിൽ ശമ്പളം മേടിച്ച് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുന്നവർ, ചിലരാണെങ്കിൽ ഭർത്താവ് മാത്രം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർ. ചില സ്ഥലങ്ങളിൽ സിഗരറ്റ് വാങ്ങാൻ പോലും ഭാര്യയെ ഒളിച്ചും പതുങ്ങി വേറെ സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാക്കേണ്ട ഗതികേടിലുള്ളവരുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ കണ്ടപ്പോൾ എനിക്കെന്തോ ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി. അത് ശരിയല്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥത്തിൽ ഏതൊരു റിലേഷൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ സംഹിത. അല്ലാതെ രണ്ടുപേരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതോ അവരവരുടെ ഇഷ്ടത്തിന് താല്പര്യങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുന്നതോ അത്ര സുഖമുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സാമ്പത്തിക അടിത്തറ ബലവത്താക്കുന്നതിന് കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുക്കണം. എന്നിട്ട് അനാവശ്യമായ ഓൺലൈൻ ഷോപ്പിങ്ങൊക്കെ ഒഴിവാക്കി ഭർത്താക്കന്മാരെ രക്ഷിക്കുക. അനാവശ്യമായ ചിലവുകളിൽ ചെറിയൊരു പിടുത്തം പിടിച്ചിട്ട് ഭർത്താക്കന്മാരെ ചെറിയ രീതിയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിലൊരു കൺട്രോളും ചെയ്യുക. എങ്ങനെ? ശരിയല്ലേ? ബൈ. വിശദമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.